പ്യുവർ ടെസ സിൽക്ക് സാരീസിന്റെ അതേ ഓതന്റിസിറ്റിയോടുകൂടി വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വരുന്നത് കേട്ടോ. പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്ന, പേൾ ക്രീമാണ്. പ്യുവർ നോയൽ ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ നല്ലൊരു കളർ പാലറ്റിലാണ്, ഒരു ലാവൻഡർ പേർപ്പിൾ കോമ്പിനേഷനിലാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഫുൾ സാരി ഒരു ലുക്ക് ആയിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ആസ് യൂഷ്വൽ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ പോർഷൻ കംപ്ലീറ്റ് നല്ലൊരു ജാൽ പാറ്റേണിലാണ്, ഒരു എമറാൾഡ് ഗ്രീൻ, ലാവൻഡർ, പേർപ്പിൾ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. അടുത്ത സാരി ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സ് ആണ്. ഫുൾ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. നല്ല ഫിനിഷിലാട്ടോ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബേബി പിങ്ക്, മെറൂൺ ആൻഡ് എമറാൾഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സും സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോട്ടീവ്സും വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട്. ആ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. നല്ല ഫിനിഷിലുള്ള ക്രോസ് സ്റ്റിച്ച് വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിലും വരിക. സെയിം അതേ ഫാബ്രിക് തന്നെ കേട്ടോ. പ്യുവർ നോയൽ ടെസ സിൽക്ക് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ആ ഒരു ബേസ് കളർ വരുന്നതും പേൾ ക്രീമിൽ തന്നെയായിരിക്കും ബേസ് വരുന്നത്. ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻസ് മാറി മാറി വരും. ഇത് വരുമ്പോൾ നല്ലൊരു അക്വാ ഗ്രീനും സഫയർ ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനാണ് സാരിയിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരും. ഫുൾ നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോർഡർലെസ് സ്റ്റൈലാണ് എല്ലാ സാരീസും വരുന്നത്. ഗീച്ച വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ പല്ലു, റണ്ണിങ് ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു വർക്ക് ആയിരിക്കും കേട്ടോ സ്ലീവിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്.